Hi friends, today I am here with the remaining part of our chapter First Flight. Are you remembering the author of this lesson? Liam Flaherty. Who is the author of this lesson? Liam Flaherty. I hope that all of you gone through the first part of this lesson. Okay, can we go through the remaining paragraph? Okay, listen me. Up to where we have discussed. ഏതുവരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്? അവന് എന്ത് ചെയ്തു? അമ്മ മത്തിയുടെ കഷ്ണം അല്ലേ അതിങ്ങനെ ചീന്തി കഴിക്കുന്നത് അവൻ കണ്ടു. അപ്പൊ ഫുഡ് കണ്ടതും അവനങ്ങനെ മാഡനായി. വർഷമീങ്കോ മാഡൻ ആകെ ഭ്രാന്ത് പിടിച്ചതുപോലെ ആയി അല്ലേ. അപ്പൊ അമ്മയുടെ അടുത്ത് ആ ഫുഡ് കൊണ്ടുവന്ന് തരാൻ വേണ്ടിയിട്ട് അവന് വല്ലാത്ത ശബ്ദങ്ങൾ ഒക്കെ ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കണം. ഓക്കെ, ഐ എം റീഡിങ്, ലിസൺ. He cried, begging her to bring him over some food. She screamed back mockingly, but he kept calling plaintively. Here plaintively meaning sadly. What's the meaning of plaintively? Plaintively meaning sadly. ദുഃഖത്തോടെ ട്ടോ. Screamed meaning make noise aloud. മേക്ക് നോയ്സ് അലൗഡ്. പ്രത്യേകിച്ച് ഈ പക്ഷികളുടെയൊക്കെ കാര്യം പറയുമ്പോൾ നമ്മൾ ഈ സ്ക്രീം എന്നുള്ള വേർഡൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ ഒരു ഫുഡ് കിട്ടാൻ വേണ്ടിയിട്ട് അവൻ അമ്മയുടെ അടുത്ത് ഭയങ്കര ശബ്ദം ഉണ്ടാക്കി. ബട്ട് ഷീ സ്ക്രീംഡ് ബാക്ക് മോക്കിംഗ്ലി. വാട്ട്സ് മീനിങ് ഓഫ് മോക്കിംഗ്ലി? അവനെ കളിയാക്കിക്കൊണ്ട്, നിനക്ക് ഇനിയും പറക്കാൻ പറ്റുന്നില്ലല്ലേ എന്നുള്ള ആ ഒരു കളിയാക്കിക്കൊണ്ടാണ് അമ്മ അവന് മറുപടി നൽകിയത്. ആൻഡ് ആഫ്റ്റർ എ മിനിറ്റ് ഓർ ആൻ ഹി അട്ടേർഡ് എ ജോയ്ഫുൾ സ്ക്രീം. ആഫ്റ്റർ എ മിനിറ്റ് ഹി അട്ടേർഡ് എ ജോയ്ഫുൾ സ്ക്രീം. വാട്ട്സ് ദ മീനിങ് ഓഫ് ജോയ്ഫുൾ? സന്തോഷകരമായിട്ടുള്ള അല്ലേ. ഹി അട്ടേർഡ് മീനിങ് ടു അട്ടർ മീനിങ് ടു ടെൽ എന്നാണ് കേട്ടോ, പറയുക എന്നാണ്. പക്ഷെ ഇവിടെ ആ ശബ്ദം ഉണ്ടാക്കുന്നതിനെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. His mother had picked up a piece of fish and was flying across to him with it. എന്ത് ചെയ്തിട്ടുണ്ട്? Took a piece of fish and coming to him. Okay. Anyway, he understood that his mother is coming with a piece of fish. ഒരു മീനിന്റെ പീസ് കൊടുത്തിട്ട് അമ്മ അത് എനിക്ക് തരാൻ വേണ്ടിയിട്ട് വരുന്നുണ്ടല്ലോ എന്നവന് ചിന്തിച്ചു. He leaned out eagerly, tapping the rock with his feet, trying to get nearer to her, and she flew across. എന്താണ്? അമ്മ അതോട് വരുമ്പോൾ ആ ഫിഷിന്റെ പീസ് ഇങ്ങനെ പിടിക്കാൻ വേണ്ടിയിട്ട് അവന് ലീൻ ചെയ്തു. വാട്സ്മീ ലീൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചാഞ്ഞ് നമ്മൾ എന്തെങ്കിലും സാധനം കിട്ടാൻ വേണ്ടിയിട്ട് ചാഞ്ഞ് നിൽക്കൂലേ, അങ്ങനെ അവൻ ചാഞ്ഞു നിന്നു. ബട്ട് വെൻ ഷീ വാസ് ജസ്റ്റ് ഓപ്പോസിറ്റ് ടു ഹിം അബ്രസ്റ്റ് ഓഫ് ദ ലെഡ്ജ് ഷീ ഹോൾട്ടഡ്. അബ്രസ്റ്റ് മീനിങ് നിയർ. വാട്ട്സ് മീനിങ് ഓഫ് അബ്രസ്റ്റ്? നിയർ. ആ ഒരു ലെഡ്ജിലേക്ക്, ആ ഒരു ഉന്തിയ പാറയിലേക്ക് അമ്മ എത്താനായതും ഷീ വാസ് ഹോൾട്ടഡ്. അമ്മ അവിടെ സ്റ്റോപ്പ് ചെയ്തു. വാട്ട് വാസ് ദ റീസൺ? Her legs hanging limb. Limb meaning motionless. What's the meaning of limb? Limb meaning motionless. അമ്മയുടെ കാല് അനങ്ങാതെ തന്നെ അവിടെ നിന്നു. Her wings motionless. Her wings also made motionless. Her feet also made motionless. Her wings also made motionless. The piece of fish in her beak almost within reach of his beak. അപ്പോൾ ഈ മീനിന്റെ പീസ് ഉണ്ടല്ലോ അത് ഏകദേശം അവന്റെ കൊക്കിലേക്ക് എത്താനായതും ആ ഫുഡ് അവന് കിട്ടുമെന്ന് അവൻ ഉറപ്പിച്ചു. പക്ഷേ അമ്മ അവിടെ തന്നെ നിന്നു. ബിക്കോസ് ഷീ വാണ്ട്സ് ടു ടീച്ച് ഹിം ടു ഫ്ലൈറ്റ് അല്ലേ. അമ്മ എന്തിനാണ് വന്നത്? അവന്റെ ഭക്ഷണം അവനെന്നെ എങ്ങനെയെങ്കിലും പറന്ന് പോയിട്ട് അവനെ എടുത്ത് കഴിക്കണം. അതിന് വേണ്ടിയിട്ടാണ് അമ്മ മീനിന്റെ പീസ് കൊടുക്കാതെ അവിടെ തന്നെ നിന്ന് കളഞ്ഞത്. He waited a moment in surprise, wondering why she did not come nearer. He was wondered why mother didn't come to me. അമ്മ എന്താണ് എൻ്റെ അടുത്തേക്ക് വരാത്തത്, എന്തുകൊണ്ടാണ് അമ്മ അങ്ങനെ നിന്ന് പോയതെന്ന് ആലോചിച്ചിട്ട് അവനാകെ സർപ്രൈസ് ആയി. And then maddened by hunger he dived at the fish. Maddened with hunger he died at the fish. ആ ഒരു ഫിഷിന്റെ പീസ് കിട്ടാൻ വേണ്ടിയിട്ട് വിശപ്പ് കൊണ്ട് ഭ്രാന്ത് പിടിച്ച് അവൻ അതിന് വേണ്ടിയിട്ട് ഡൈവ് ചെയ്തു. ഓക്കെ. With a loud scream he fell outwards and downwards into space. പക്ഷേ അത് കിട്ടാതെ, മീനിന്റെ പീസ് കിട്ടാതെ അവന് അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ഞും ചെരിഞ്ഞും വീണുപോയി. His mother had swooped upwards. As he passed beneath her, he heard the swish of her wings. Do you know what's the meaning of swoop? Fly high എന്നാ. swoop meaning fly high. അമ്മ ചിറകിട്ടടിച്ചുകൊണ്ട് ആകാശത്തിലേക്ക് വളരെ ഹൈറ്റിൽ പറന്നുപോയി. swish meaning sound of the moving of wings. sound of the moving of wings ആണ് swish. അമ്മയുടെ ആ ചിറകടി ശബ്ദം അവനെ കേട്ടുകൊണ്ടിരുന്നു. അവനും ഫിഷ് കൊടുക്കാതെ അമ്മ പറന്നുപോയി. ഓക്കെ. Monstrous terror seized him and his heart
സ്റ്റൂഡ് സ്റ്റിൽ, അവന്റെ ഹൃദയം നിന്ന് പോകുന്നത് പോലെ തോന്നി. എന്തോ ഒരു മോൺസ്ട്രസ് ഫിയർ. വാട്ട്സ് മീനിങ് മോൺസ്ട്രസ്? മോൺസ്ട്രസ് മീനിങ് ഡെവിൾ അല്ലേ? എന്തോ ഒരു പൈശാചികമായിട്ടുള്ള ടെറർ മീനിങ് ഫിയർ, ഒരു വല്ലാത്തൊരു ഭയം അവനെ പിടികൂടുന്നത് പോലെ അവന് തോന്നി. ഓക്കെ, ഹി കുഡ് ഹിയർ നത്തിങ് ബട്ട് ഇറ്റ് ഓൺലി ലാസ്റ്റഡ് എ മൊമെന്റ്. അവൻ ഇപ്പോൾ ഹി കുഡ് ഹിയർ നത്തിങ്, അവനൊന്നും തന്നെ കേൾക്കാനില്ല. ബട്ട് ഇറ്റ് ലാസ്റ്റഡ് എ മൊമെന്റ്, ഒരു നിമിഷത്തേക്ക് അവന്റെ ആ ഒരു കണ്ടീഷൻ നിന്നുപോയി. എന്താ ഉണ്ടായത്? അവന്റെ പേടിയൊക്കെ ഇപ്പോൾ ഒരു നിമിഷത്തേക്ക് മാത്രമുള്ളൂ. ദ നെക്സ്റ്റ് മൊമെന്റ് ഹി ഫെൽറ്റ് ഹിസ് വിങ്സ് സ്പ്രെഡ് ഔട്ട്വേർഡ്സ്. നെക്സ്റ്റ് മൊമെന്റിൽ അവന്റെ ചിറകുകൾ ഇങ്ങനെ പറന്ന് എന്തോ അവന്റെ ചിറകുകൾക്ക് ഒരു അനക്കം സംഭവിക്കുന്നത് പോലെ അവനൊരു പറക്കൽ എന്നുള്ള പ്രക്രിയയുടെ ആ സ്റ്റാർട്ടിങ്ങിലാണെന്ന് അവന് തോന്നി. ഹി ഫെൽറ്റ് ഹിസ് വിങ്സ് സ്പ്രെഡ് ഔട്ട്വേർഡ്സ്. The wind rushed against his breast feathers, then under his stomach and against his wings. അവന്റെ ബ്രസ്റ്റിലുള്ള അല്ലെങ്കിൽ അവന്റെ ഫ്രണ്ട് ഭാഗത്തിലുള്ള ആ ഒരു ഫെതേഴ്സിലൂടെ കാറ്റിങ്ങനെ വീശുന്നത് പോലെ അവന് തോന്നി. He could feel the tips of his wings cutting through the air. അവന്റെ ടിപ്സ് ഓഫ് ഹിസ് വിങ്സ്, ടിപ്പ് മീനിങ് അറ്റം അല്ലെ? ഇവിടെ ടിപ്സ് ഓഫ് ഹിസ് ഫെതേഴ്സ് എന്ന അവന്റെ തൂവലുകളുടെ അറ്റം അല്ലെങ്കിൽ ചിറകിന്റെ അറ്റം കാറ്റിലൂടെ ഇങ്ങനെ കട്ട് ചെയ്ത് പറക്കുന്നത് പോലെ അവന് ഫീൽ ചെയ്തു. ഹി കുഡ് ഫീൽ ദ ടിപ്സ് ഓഫ് ഹിസ് വിങ്സ് കട്ടിങ് ത്രൂ ദ എയർ. ഹി വാസ് നോട്ട് ഫോളിങ് ഹെഡ് ലോങ്. ഇപ്പൊ അവന് ഹെഡ് ലോങ് മീനിങ് തല കുത്തന അല്ലെങ്കിൽ തല കീഴായി ഇപ്പൊ അവന് വീഴുന്നൊന്നും ഇല്ല. ഹി വാസ് സോറിങ് ഗ്രാജുവലി. സോറിങ് മീനിങ് ഫ്ലൈ ഹൈ. അവനിപ്പോ എന്ത് ചെയ്യുന്നുണ്ട്? സോറിങ് മീനിങ് ഫ്ലൈ ഹൈ അല്ലെ? അപ്പോൾ അവന് ഗ്രാജുവൽ ആയിട്ട് ക്രമേണ അവന് മുകളിലേക്ക് അങ്ങനെ പറന്നുയർന്നുകൊണ്ടിരുന്നു. ഡൗൺവേർഡ്സ് ആൻഡ് ഔട്ട്വേർഡ്സ്, താഴത്തേക്ക് വരും, പിന്നെ മുകളിലേക്ക് പോകും. അങ്ങനെ ആ പറക്കൽ എന്നുള്ള ആ ഒരു പ്രക്രിയ അവൻ തുടർന്നു. ഹി വാസ് നോ ലോങ്ങർ അഫ്രൈഡ്, ഹി ജസ്റ്റ് ഫെൽറ്റ് എ ബിറ്റ് ഡിസി. ഡിസി മീനിങ് കുറച്ചൊരു തല കറങ്ങുന്നത് പോലെ അവന് തോന്നി. ഇപ്പൊ അവന് യാതൊരു പേടിയും തോന്നുന്നില്ല. Then he flapped his wings once and he soared upwards. Again he flapped his wings. You know the meaning of flap? Flap meaning ചിറകടി അല്ലേ? അവന്റെ ചിറകടിച്ചുകൊണ്ട് അവന് മുകളിലേക്ക് soar meaning fly high ആണ്, ഏറ്റവും മുകളിലേക്ക് പറന്നു പോയി. He uttered a joyous scream and flapped them again. utter meaning to make, to tell എന്നാണല്ലേ? ആ ഒരു ജോയസ് സ്ക്രീം, അല്ലാതെ സന്തോഷത്തിന്റെ ഒരു ശബ്ദം അവന് ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. He soared higher. അവൻ ഉയരത്തിലേക്ക് പറന്നു. He raised his breast and banged against the wind. അവൻ എന്ത് ചെയ്തു? വിൻഡിന്, കാറ്റിനെതിരെ പറന്നുകൊണ്ടിരുന്നു. And made a joyous scream, ഒരു വല്ലാത്ത ശബ്ദം ഉണ്ടാക്കി. His mother swooped past him, her wings making a loud noise. He answered her with another scream. Then his father flew over him screaming. Then he saw his two brothers and sister ഫ്ലൈയിങ് അറൗണ്ട് ഹിം, സോറിങ് ആൻഡ് ഡൈവിങ്. കണ്ടോ? ഇപ്പോ അവന്റെ ഫാദറും മദറും ഒക്കെ അവന് ആദ്യമായിട്ട് പറഞ്ഞതല്ലേ, അവർക്ക് വല്ലാത്ത സന്തോഷം തോന്നില്ലേ? അവരൊക്കെ അവന്റെ ചുറ്റും അങ്ങനെ ആദ്യം മദർ പറഞ്ഞുകൊണ്ടിരുന്നു, ദെൻ ഫാദർ, ദെൻ ഹിസ് ടു ബ്രദേഴ്സ് ആൻഡ് ഹിസ് സിസ്റ്റർ ഓൾസോ സോറിങ് ഹൈ അറൗണ്ട് ഹിം. അവന്റെ ആ ഒരു അവൻ പറക്കുന്ന ആ ഒരു സ്ഥലത്ത് തന്നെ, അതല്ലെങ്കിൽ ആ ഒരു ഏരിയയിൽ തന്നെ അവരും പറന്നുകൊണ്ട് അവർക്കൊക്കെ ഭയങ്കര സന്തോഷമാണ്. കാരണം എന്താ? ഹി മെയ്ഡ് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്. അവന്റെ ആദ്യത്തെ പറക്കൽ എന്നുള്ള ആ ഒരു പ്രക്രിയ നടത്തിയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. Okay, then he completely forgot that he had not always been able to fly and commenced to dive and soar, shrieking shrilly. He made shrieking voice. അല്ലേ? പക്ഷികളുടെ ആ കുത്തി തുളക്കുന്നുള്ള ശബ്ദത്തിനാണ് shrieking എന്ന് പറയുന്നത് അല്ലേ? അപ്പൊ ആ ഒരു വോയിസ് ഉണ്ടാക്കിക്കൊണ്ടത് ഒരിക്കലും ഞാൻ പറക്കാൻ പറ്റാത്ത ഒരാളാണെന്നുള്ള യാതൊരു ഓർമ്മയും അവൻ ഉണ്ടായിരുന്നില്ല. അവനിപ്പോ വളരെ ജോയസ് ആയിട്ട് പറന്നുകൊണ്ടിരിക്കുകയാണ്. He was near the sea now, flying straight over it, facing out over the ocean. Now he is facing out over the ocean. ഇപ്പോൾ അവന് സമുദ്രത്തിനെ ഫേസ് ചെയ്തുകൊണ്ടാണ് പറക്കുന്നത്. He saw a vast green sea beneath him with little ridges moving over it. അവന്റെ താഴെ ഒരു വാസ്റ്റ് ആയിട്ടുള്ള വൈഡ് ആയിട്ടുള്ള കടലിനെ അവൻ കണ്ടു. ആൻഡ് ദ റിപ്പിൾസ് ആർ ഗോയിങ് ഓൺ. അല്ലേ? കടലില് വേവ്സ്, തിരമാലകൾ, അല്ലെങ്കിൽ ഓളങ്ങൾ ഇങ്ങനെ അടിച്ചുകൊണ്ടിരുന്നിരുന്നു. റിഡ്ജസ് മീനിങ് റിപ്പിൾസ് അഥവാ ഓളങ്ങൾ. ആൻഡ് ക്രോഡ് അമ്യൂസ്ഡ്ലി. ഹി മെയ്ഡ് നോയിസ് വെരി അമ്യൂസ്ഡ്ലി. അമ്യൂസ്ഡ്ലി മീനിങ് വളരെ താല്പര്യത്തോടെ, വളരെ ഇൻട്രസ്റ്റിങ്ങോട് കൂടിയിട്ട് അവന് ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. His parents and his brothers and sister had landed on this green floor in front of him. അവരൊക്കെ എന്ത് ചെയ്തു? അവരുടെ മുമ്പിൽ കണ്ട, അവര് ആകാശത്ത് നിന്ന് പറന്നിറങ്ങി മുന്നിൽ കണ്ട പച്ച പുല്ലുകൾ നിറഞ്ഞ ഒരു ഗ്രീൻ ഫ്ലോറിൽ ഇരുന്നു. ഓക്കെ, they were beckoning to calling him shrilly. He dropped his legs to stand on the green sea. beckoning meaning to call. അവരൊക്കെ പല ശബ്ദങ്ങൾ ഉണ്ടാക്കിയിട്ട് അവനെ വിളിച്ചുകൊണ്ടിരുന്നു.
His legs sank into it. He screamed with fright and attempted to rise again. അപ്പോൾ ഈ ഒരു പച്ച പുല്ലല്ല കേട്ടോ, നിങ്ങൾ കണ്ടിട്ടില്ലേ ഈ വെള്ളത്തിൽ പിന്നെ ഒരു തരം ഒരു അട്ടപ്പാറ പോലത്തുള്ള സാധനമല്ലേ, അതിൻ്റെ മുകളിൽ കനല്ലാത്ത പക്ഷികളൊക്കെ വന്നിരിക്കുന്നതാണ്. പക്ഷേ ഇവൻ അതിൻ്റെ പ്രാക്ടീസ് ഇല്ലാത്തതുകൊണ്ട് അവൻ എന്ത് ചെയ്തു, അതിലേക്ക് ഇങ്ങനെ സങ്ക് ചെയ്ത് പോകാൻ തുടങ്ങി. വർഷം സങ്ക് മുങ്ങിപ്പോവുക കേട്ടോ. ഹി ഗെറ്റ് അഫ്രൈഡ്. അത് കണ്ടപ്പോൾ ആ ഒരു ഫീൽ അവന് വല്ലാത്ത പേടി തോന്നിപ്പിച്ചു. ഫ്ലാപ്പിംഗ് ഹിസ് വിങ്സ്. വീണ്ടും അവന്റെ ചിറകുകൾ അടിച്ചു തുടങ്ങി. ബട്ട് ഹി വാസ് ടയേർഡ് ആൻഡ് വീക്ക് വിത്ത് ഹങ്കർ ആൻഡ് ഹി കുഡ് നോട്ട് റൈസ് എക്സോസ്റ്റഡ് ബൈ ദ സ്ട്രേഞ്ച് എക്സസൈസ്. പക്ഷേ ഹി വാസ് വെരി വീക്ക് അല്ലേ, കുറേ 2-3 ദിവസങ്ങളായി അവനൊന്നും കഴിച്ചു തന്നെയല്ല. അതുകൊണ്ട് തന്നെ ഹിസ് ബോഡി വാസ് ടു വീക്ക് ആൻഡ് ഹി കുഡിൻ റൈസ്. അവന്റെ ശരീരത്തിനെ ഇങ്ങോട്ട് പൊങ്ങിക്കാൻ, അല്ലെങ്കിൽ ആ ഒരു മുങ്ങി താഴ്ന്നതിൽ നിന്നും അവന്റെ ശരീരത്തിനെ പൊങ്ങിക്കാൻ അവന് കഴിയുന്നില്ല. വല്ലാത്തൊരു സ്ട്രേഞ്ച് എക്സസൈസ്. വാട്ട് ഇസ് ദ സ്ട്രേഞ്ച് എക്സസൈസ് ഹി ഹാസ് ഡൺ? എന്ത് സ്ട്രേഞ്ച് എക്സസൈസ് ആണ് അവൻ ചെയ്തത് അല്ലേ? പറക്കൽ എന്നുള്ള ആ ഒരു അപരിചിതമായിട്ടുള്ള ആ ഒരു പ്രവർത്തനം അവൻ ചെയ്തു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഹി വാസ് ടു ടയേർഡ്. He sank into the green sea and then his belly touched it and he sank no farther. അപ്പോൾ അവന്റെ കാലുകളൊക്കെ മുങ്ങിപ്പോയി, അവന്റെ വയറും കൂടെ വെള്ളത്തിൽ അങ്ങനെ മുങ്ങുന്നത് പോലെ അവന് തോന്നി. ഹി വാസ് ഫ്ലോട്ടിങ് ഓൺ ഇറ്റ്. പക്ഷേ എന്തോ ഒരു ശക്തിയിൽ അവൻ എന്ത് ചെയ്തു, അവിടെ ഫ്ലോട്ട് ചെയ്തിരുന്നു. വാട്ട്സ് മീനിങ് ഓഫ് ഫ്ലോട്ട്? ഫ്ലോട്ട് മീനിങ് പൊങ്ങിക്കിടക്കുക. ഓക്കെ. ആൻഡ് അറൌണ്ട് ഹിം ഹിസ് ഫാമിലി വാസ് സ്ക്രീമിങ്, praising him and their beaks were offering him scraps of dogfish. What's the meaning of scraps? Scraps meaning pieces അല്ലേ. dogfish meaning a kind of fish, ഒരു തരത്തിലുള്ള ഒരു മീനാണ് dogfish. അപ്പോൾ അവരൊക്കെ എന്ത് ചെയ്തു, they are praising him. അവരൊക്കെ അവനെ പ്രൈസ് ചെയ്തുകൊണ്ട് അവനെ what's the meaning of praise? Praise meaning അപ്രീസിയേറ്റ് ചെയ്യുക അല്ലേ, അവനെ പ്രശംസിച്ചുകൊണ്ട് അവൻ്റെ ചുറ്റും കൂടിയിരുന്നു. അവരൊക്കെ അവൻ്റെ ആദ്യത്തെ പറക്കൽ ചെയ്തല്ലോ എന്നുള്ള സന്തോഷത്തിന് അവനൊക്കെ എന്തോ ഓഫർ ചെയ്തു, ഈ സ്ക്രാപ്സ് ഓഫ് ഡോഗ് ഫിഷ്, ഒരു തരം മീനിൻ്റെ പീസസ് അവന് ഓഫർ ചെയ്തു. ഓക്കെ. ഹി ഹാഡ് മെയ്ഡ് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്. അങ്ങനെ അവൻ്റെ ആദ്യത്തെ പറക്കൽ എന്നുള്ള പ്രക്രിയ പൂർത്തിയാക്കി. ഓക്കെ ഫ്രണ്ട്സ്, നൗ വി ഹാവ് കംപ്ലീറ്റഡ് ദിസ് ചാപ്റ്റർ ആൻഡ് നൗ ഐ എം വൈൻഡിങ് അപ്പ്. If you like my class, you have to like and share me and subscribe also. Okay. നിങ്ങൾ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഇഷ്ടപ്പെട്ടെങ്കിൽ അത് ഷെയറും ചെയ്യണം കേട്ടോ. ഓക്കെ, താങ്ക് യു.